സുരക്ഷാ വേലി ഇല്ലാത്തതുകൊണ്ട് അപകടം പതുങ്ങിയിരിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പിന്നിലുള്ള പവർ ഹൌസ് റോഡിലാണ് നിരവധി പേർ അപകടത്തിൽപ്പെട്ട ഈ സ്ഥലം. നഗരമധ്യത്തിൽ നഗരസഭ പോലും പരിഗണിക്കാത്ത അപകടക്കെണി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്താണ് നമ്മൾ നിൽക്കുന്നത്. പവർ ഹൌസ് റോഡിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പുറകുവശത്തുകൂടെ വെളിയിലത്തെ റോഡിലിറങ്ങിയിട്ട് ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ച് നടന്നു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം ദേണ്ടേ ഈ കുഴിയിൽ വന്ന് കിടക്കും. ഒന്നും നോക്കില്ല, വീഴുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലായിരിക്കും. കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഒരു 5 പേരോളം വീണിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് ഒരു 3 പേരെ ഫയർഫോഴ്സ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരാൾ നേരത്തെ പാർക്കിംഗ് അകത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഈ വർക്ക് കിടക്കണോണ്ട് കെട്ടി അടച്ചാണ്. പാർക്കിങ്ങിൽ വന്ന ഒരാൾ രാത്രി 8 മണിക്ക് ഒരു വിളിയായിട്ട് നമ്മൾ പോയി കയറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ബിവറേജും ഈ ബാറും ഉള്ളപ്പോഴത്തേക്ക് രാത്രി അവിടെ നിന്ന് മദ്യപിച്ചിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് അങ്ങനെ വീണുപോയ ഒരു 3-4 പേരുണ്ട്. ഒരു 5 വർഷം മുമ്പ് ഒരു ഇരുമ്പ് കൈവരി ഉണ്ടായിരുന്നു ഇവിടെ. അത് ദ്രവിച്ചു പോയതിനു ശേഷം നമ്മളൊരു താൽക്കാലികമായിട്ട് കമ്പും ഇരുമ്പ് ഇത് പൈപ്പെല്ലാം വെച്ച് കെട്ടിയായിരുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും അത് പോയി. തന്നെ വരുന്നവരടുത്തൊക്കെ ഇവിടെ നടക്കരുതെന്ന് പറയാറുണ്ട്. നമ്മള് കാണുമ്പോ പറയും, എപ്പോഴും കാണൂല. നമ്മള് കൊതുകിന്റെ ശല്യം ഇവിടെ വന്ന ഒരു 10 മിനിറ്റ് പോലും നിൽക്കത്തില്ല. സ്മെല്ലുണ്ട്, നാറ്റമുണ്ട്, അതുപോലെ കൊതുകിന്റെ ഭയങ്കര ശല്യമാണ്. ഡ്രെയിനേജ് വാട്ടർ ആയതുകൊണ്ട് ചില സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതാണ് ഇവിടെ സ്ഥിരം ഉള്ള ആളുകൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ എത്രയധികം ആളുകളാണ് ഇതിനകത്ത് വീണിട്ടുള്ളത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് കണ്ടാലറിയാം. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ബാറൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ആ ബാറിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകൾ അലക്ഷ്യമായി ഇവിടെ വന്നിരുന്ന ഇതിനകത്തേക്ക് വീണ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഫുട്പാത്താണ്. അപ്പം സ്വാഭാവികമായിട്ടും ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ച് ഫുട്പാത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാളാണെങ്കിൽ രാത്രിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് വന്ന് വീണാൽ ആളുകൾ അറിയുക പോലും ഇല്ല എന്നുള്ളതാണ്. ആദ്യം ഒരു ഗ്രില്ലിട്ടിട്ടുണ്ടായിരുന്നു, അത് ദ്രവിച്ചു പോയി. പിന്നീട് ഓട്ടോറിക്ഷ ചേട്ടന്മാർ തന്നെ ഇവിടെ കമ്പും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതും ദ്രവിച്ച് ഇതിനകത്ത് വീഴാറായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഇവിടെ പതുങ്ങിയിരിക്കുന്നത്. ജോയി എന്ന ശുചീകരണ തൊഴിലാളി ആമയിഴഞ്ചാൻ തോട്ടി വീണിട്ടുണ്ടായ അപകടം നമ്മൾ കണ്ടതാണ്. അതാരും മറക്കാനും ഇടയില്ല. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടാകാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ ചെയ്തേ മതിയാകൂ. ഇല്ലാത്ത പക്ഷം വലിയ അപകടം തന്നെയാണ് ഈ ഒരു നഗരമധ്യത്തിൽ ഇവിടേക്ക് ഇതറിയാതെ വരുന്ന ആളുകളെ കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.